പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏറെ ആളുകൾ കളിയാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരദാനമുണ്ട്, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ഈ സത്യമാണോ, ഇത് ഉള്ളതാണോ എന്നറിയാതെ പോലും നമുക്കറിയാം, പെന്തക്കോസ്ത സംഭവിച്ചപ്പോൾ ആദ്യമുണ്ടായത് ഭാഷാവരത്തോടെ അവർ പ്രസംഗിച്ചു എന്നാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 18 തരം ഭാഷക്കാർ അവരുടെ ഭാഷയിൽ പറഞ്ഞത് കേട്ടു. ഇത് ഭാഷാവരത്തിൻ്റെ ഒരു വശം ആണ്. ഇത് സത്യമാണ്, എനിക്കറിയാം. ഞാൻ എവിടെ പോയാലും ഈ മുറി ഇംഗ്ലീഷാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ വിവിധ ഭാഷകളിൽപ്പെട്ടവർ അവരുടെ ഭാഷകളിൽ എൻ്റെ പ്രസംഗം മനസ്സിലാക്കുന്നുവെന്ന് അത് വീഡിയോയുടെ അടിയിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അറബികൾക്ക് വേണ്ടി പ്രസംഗിച്ച അവസരങ്ങളിൽ അറബി എനിക്ക് ഒട്ടും അറിയത്തില്ലെങ്കിലും അറബി ഭാഷയിൽ തന്നെ അവർ എൻ്റെ നോട്ടുകൾ കുറിച്ചെടുത്ത് എനിക്കറിയാം. മംഗലാപുരം, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി ഞാൻ പ്രസംഗിച്ച കാലങ്ങളിൽ കൊങ്കണിയ ഭാഷ എനിക്കറിയത്തില്ല. കൊങ്കണി ഭാഷയിൽ എൻ്റെ നോട്ട് മുഴുവൻ എഴുതി എന്നെ കാണിച്ചവരുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വലിയ സത്യങ്ങളാണ്. അതുപോലെ ഇവിടെ യൂറോപ്പിലാണെങ്കിലും നിങ്ങൾക്കറിയാം, വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകൾ. എൻ്റെ ധ്യാനമെല്ലാം പരിഭാഷപ്പെടുത്തുന്നത് മാത്രം. അങ്ങനെ വരദാനം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനത്തിലൂടെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ധാരാളം വരുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ആത്മാവിൻ്റെ ആ കൃപ അഭിഷേകമുണ്ടെങ്കിലേ സംഭവിക്കൂ. രണ്ടാമത്തെ ഭാഷാപരം എന്തെന്ന് ചോദിച്ചാൽ, പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 14 പറയുന്നുണ്ടല്ലോ, ഞാൻ അത് എപ്രകാരം ആണ് പ്രസംഗിക്കേണ്ടത് ഭാഷാപരത്തിലൂടെ. അത് നമുക്കറിയാം, ചില അവസരങ്ങളിൽ കാണാൻ സാധിക്കും, മറുഭാഷ തരിക എന്ന് അതിന് നമ്മൾ പറയും. അതായത് വേറൊരു ഭാഷയിൽ സംസാരിക്കാനുള്ള കൃപ അത് കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ആ ഭാഷാപരം ഇല്ല. ഞാനുള്ളത് സത്യമായിട്ടേ നിങ്ങളോട് പറയുള്ളൂ. അതുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. 14-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു, പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തരം. ഭാഷാപരം ഉള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷതയ്ക്ക് അത് വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. അപ്പോൾ അത് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുക എന്ന് പറഞ്ഞാൽ മറുഭാഷ കിട്ടുക. എനിക്ക് തെലുങ്ക് ഒട്ടും അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് കൊങ്കണി ഒട്ടും അറിയത്തില്ല, ജർമ്മൻ ഭാഷ അറിയത്തില്ല. അപ്പോൾ പ്രസംഗത്തിലോ പാട്ടിലോ ആ ഭാഷയിൽ ഞാൻ പാടുന്നു, അല്ലെങ്കിൽ ആ ഭാഷയിൽ ഞാൻ പ്രസംഗിക്കുന്നു. ആത്മാവിൻ്റെ വരത്താൽ എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടുള്ളവരുണ്ട്, എനിക്കറിയാം. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി പക്ഷേ അതുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യണം, വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനപരമുള്ളവർ അവിടെ ഇല്ലെങ്കിൽ ആ പറയുന്നത് വെറും ശബ്ദം ആയി കോലാഹലമായി മാറുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് പറയുന്നു, അതേപ്പറ്റി അല്പം കൂടി ഗൗരവത്തോടെ ചിന്തിക്കണം. വേറൊരു ഭാഷ ഇല്ലെങ്കിൽ വേറൊരു ഭാഷ ഉണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യണ്ട. ചിലരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് തെലുങ്ക് ഒട്ടും അറിയത്തില്ല, ഞാൻ തെലുങ്കിൽ പറഞ്ഞു. അതേപോലും ഒരു പക്ഷേ അല്പം തെലുങ്ക് വശമാക്കി വെച്ചായിരിക്കാം ഡിക്ഷണറിന്നോ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ മനസ്സിലാക്കിയായിരിക്കാം. അങ്ങനെയുള്ളതൊന്നും വേണ്ട. യഥാർത്ഥമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഇതൊരു അത്ഭുതമാണ്, വലിയൊരു വരമാണ്. അതേറെ പേരെ മാനസാന്തരത്തിലേക്കും നയിക്കും. ഇനി നമ്മൾ കത്തോലിക്ക സഭയിൽ ഇതര സഭയിലും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്കുള്ള ഭാഷാവരം ആണ്. ഹല്ലേലൂയ. അപ്പോൾ വരദാനം, ഭാഷാവരം 3 തരത്തിലുണ്ട്. 1 വേറെ ഭാഷയിൽ കേൾക്കുക, 2 വേറെ ഭാഷയിൽ സംസാരിക്കുക, 3 ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ അധ്യായം 14 വചനം 1 ആണ്. 2 ആണ്. 14:2 ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല, അവൻ ആത്മാവിൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതാണ് പ്രാർത്ഥനാവരം.
ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം. എന്താണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ നമ്മോടുകൂടി യോജിക്കുന്നു. 8:16 പറയുകയാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, കൂടുതൽ പരിശുദ്ധാത്മാവിനെ വിളിക്കേണ്ട ആവശ്യകത. അപ്പോൾ ഈ ആത്മാവ് നമ്മോട് കൂടെ ചേരുകയാണ്. ആരുടെ ആത്മാവ്? യേശുവിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളാകുന്നത്, അപ്പച്ച പിതാവ് എന്ന് ദൈവത്തെ വിളിക്കാൻ പ്രാപ്തരാകുന്നത്. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ, ഈശോ എപ്രകാരം ആ പൂങ്കാവനത്തിൽ ഗെത്സമനി പ്രാർത്ഥിച്ചു, കുരിശി വെച്ച് പ്രാർത്ഥിച്ചു, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കെല്ലാം ഏകാന്തമായി പോയി പ്രാർത്ഥിച്ചു, അതുപോലെ പ്രാർത്ഥിക്കാൻ കൊടുക്കുന്ന ഒരു വരമാണ് ഈ ഭാഷാവരം എന്ന് പറയുന്നത്. അവിടെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 26-ാം വചനത്തിൽ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഹല്ലേലൂയ. ആഴമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവോട് ചേരുന്നു. എന്നിട്ട് അവാച്യമായ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അതിന് ഭാഷയില്ല. ഹിന്ദിയല്ല, മലയാളമല്ല, ഇംഗ്ലീഷുമല്ല, പിന്നെ ദൈവത്തിൻ്റെ ഒരു ഭാഷ. ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകൾ എന്ന് പറയും. നെടുവീർപ്പുകളോടെ പ്രാർത്ഥിച്ചു. നമ്മൾ അത് വായിക്കുന്നുണ്ട്. കർത്താവ് യേശു അങ്ങനെ പ്രാർത്ഥിച്ചു, നെടുവീർപ്പുകളോടെ പ്രാർത്ഥിച്ചു. നമുക്കറിയാൻ സാധിക്കും ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ഭാഷ എന്താണ്. അത് ഹിന്ദിയോ മലയാളമോ ഇംഗ്ലീഷോ ജർമ്മനോ ഒന്നുമല്ല. പിന്നെ എന്താണ്? പിറുപിറുക്കുന്ന അല്ലെങ്കിൽ ചെറിയ മൃദുലമായ സ്വരം കൽപ്പിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഏതാനും മാസം മാത്രം പ്രായമുള്ള സംസാരിപ്രാപ്തി എത്താത്ത കുട്ടികൾ വന്ന് അമ്മയുടെ അടുക്കൽ വന്ന് കൈയും കാലും അടിച്ച് ചില ശബ്ദം കേൾപ്പിക്കും. അമ്മയ്ക്കറിയാം എന്താണ് ആ കുട്ടിക്ക് ആവശ്യമെന്ന്. മുലപ്പാലാണ്. അപ്പോഴേ എടുത്ത് മുലപ്പാൽ കൊടുക്കും. അത് മലയാളത്തിലും പറഞ്ഞില്ല, ഇംഗ്ലീഷിലും പറഞ്ഞില്ല, ഹിന്ദിയിലും പറഞ്ഞില്ല. പക്ഷെ അതിൻ്റേതായ ഭാഷ. മനസ്സ് തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മത്തായി 18:3. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് ശിശുതുല്യമായ ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഹൃദയമുള്ളവരായി തീരുമ്പോൾ ഭാഷയ്ക്ക് അതീതമായിട്ട് നമ്മൾ ദൈവവുമായി ബന്ധപ്പെടുന്നു. ദൈവവുമായി ബന്ധപ്പെടുന്നതാണല്ലോ പ്രാർത്ഥന. ദൈവത്തോട് സംസാരിക്കുന്നതാണല്ലോ പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും ആശകളും പ്രത്യാശകളുമെല്ലാം ആ മുമ്പിലേക്ക് എറിയുന്നത് 1 ശമൂവേൽ അധ്യായം 1 കാണുന്നുണ്ട്. മക്കളില്ലായിരുന്ന ഹന്ന ദേവാലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. അത് വ്യക്തമായിട്ട് പറയുന്നു, അധരം അനങ്ങുന്നുണ്ടായിരുന്നു, എന്നാൽ ശബ്ദമുണ്ടായിരുന്നില്ല. അപ്പോൾ ഏലി എന്ന് പറയുന്ന ആ പുരോഹിതൻ ഓർത്തു അവൾ മദ്യപിച്ചിട്ട് ആണ് അവിടെ ഇരിക്കുന്ന ദേവാലയത്തിൽ. ഒരു പക്ഷേ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞോ, നമുക്കറിയത്തില്ല, അതൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നീ എത്ര നാളിങ്ങനെ മദ്യപിക്കുമെന്ന് ചോദിച്ചു. ഒരു പക്ഷേ ആ അച്ഛൻ അല്ല, ആ ഏലി പുരോഹിതൻ മദ്യപിച്ചിട്ടായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ ശബ്ദം കേൾപ്പിച്ചത്. പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു ഭാഷാപരം എന്താന്ന്. ഇന്നും അങ്ങനെയാണ് പലർക്കും ഭാഷാപരം എന്താന്ന് വൈദികർക്കോ ചില മെത്രാന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെയുള്ളതിനെ വേണ്ട എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ട അപ്പോൾ അവൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. മക്കളില്ലാത്ത അനുഭവം അവൾ തുറന്ന് പങ്കുവെച്ചതാണ്. അപ്പോൾ അധരം അനങ്ങുന്നുണ്ടായിരുന്നു, ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ
അതെ, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം വേണം നിർബന്ധമില്ല. ആ ഭാഷാപരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കാൻ ആ ഹൃദയത്തോട് ചേർന്ന് ഹൃദയത്തോട് മന്ത്രിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തോട് എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും, ഇംഗ്ലീഷിൽ പറയും പോറിങ് ദ ഹാർട്ട് ഔട്ട്, ഹൃദയം തുറന്ന് മരത്തിക്കാട്ടി എൻ്റെ സങ്കടം വേദനയെല്ലാം പറയുന്നതാണ്. ഒരു മറയില്ലാതെ അല്ലെങ്കിൽ ഒരു കട്ടൻ കൂടാതെ മാസ്ക് മൂടിവെപ്പൊന്നും ഇല്ലാതെ എല്ലാം പറയുന്നു. ഞാൻ പാപിയാണെങ്കിൽ എൻ്റെ കർത്താവേ ഞാൻ പാപിയാണ്. നമുക്കറിയാം, പാപിയും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചപ്പോൾ ഒരുത്തൻ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, മറ്റവനോ പാപി എന്താണ് മാറത്തടിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ പാപിയായ എൻ്റെ മേ കരുണയായിരിക്കണമേ. ഇത് ഭാഷാപരമെന്ന് പറയുന്നത് ഹൃദയത്വം തുറന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഭാഷാപരം. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ആശയോടെ കഥാനുസന്നിധിയിൽ വരുമ്പം തമ്പുരാൻ തരുന്ന ഒരഭിഷേകമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഭാഷാപരം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസ്തുതികളാണ്. രണ്ട്, ദൈവത്തോട് അപേക്ഷിക്കൽ ആണ്. ഈ സ്തുതി സ്തോത്രമെല്ലാം അതെ ഞാൻ എൻ്റെ അധരം കൊണ്ട് കൊടുക്കുകയല്ല. അതായത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയും സംഭവിക്കാം. മത്തായി 15-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവരുടെ ഹൃദയം ദൂരെയാണ്, അധരം കൊണ്ട് സംസാരിക്കുന്നു. അത് കളിപ്പീരാണ് നമുക്കറിയാം. അതല്ല, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയുമ്പോൾ ചില അപസ്വരങ്ങൾ, വ്യക്തമല്ലാത്ത സ്വരം വന്നേക്കാം ആത്മാവിലൂടെ. അതാണ് ഭാഷാപരം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഉച്ചത്തിലായിരിക്കാം, ആളുകൾ അവിടെ ഉണ്ടെന്നുള്ള പരിസരം പോലും മറന്നിട്ടായിരിക്കാം. ഞാൻ ധാരാളം തവണ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുമുണ്ട് മക്കളെ. അതാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ കമന്ന് വീണെന്ന്, അല്ലെങ്കിൽ ആ മുട്ടുമേനുകൊണ്ട് ആ ദിവസക്കാരിയെ നോക്കി ഈ ലോകത്തിലെ മഹത്വങ്ങൾ കണ്ടുകൊണ്ട് ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളോർത്ത് ഞാൻ എൻ്റെ തന്നെ ജീവിതത്തെ ഓർത്ത്, എൻ്റെ ജീവനെ ഓർത്ത്, രക്ഷിച്ചതോർത്ത് എല്ലാം നന്ദി സ്തോത്രം അറിഞ്ഞ് അത് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയം നാം മലർത്തിക്കാട്ടുമ്പോൾ ആത്മാവ് എന്നോട് യോജിച്ച് ആത്മാവ് എന്നിൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൻ്റെ ഭാഷാപരം നമ്പർ 1. യേശുവെ സ്തോത്രം, യേശുവെ നാനേ ഹാലല, അങ്ങനെ എൻ്റെ സ്വരം അങ്ങ് പോകുന്നു. ഇപ്പം ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങളെ കേൾപ്പിക്കാൻ. എന്നാൽ ഭാഷാപരം പ്രാർത്ഥന സമയത്ത് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതല്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയട്ടെ. ഇതിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇനിയും അതുപോലെ തന്നെ ആയിരിക്കാം വേറൊരു ഭാഗം പ്രാർത്ഥനയുടെ അപേക്ഷകൾ. എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായം എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആത്മാവ് അവാച്യമായ നെടുവീർപ്പിലൂടെ പ്രാർത്ഥിക്കുന്നു. ഉദാഹരണമായിട്ട് ചില ആളുകൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ വിളിച്ചു പറയും, എൻ്റെ അച്ഛാ എനിക്കറിയത്തില്ല എന്നാ സംഭവമെന്ന്. ഏതൊക്കെയോ ബന്ധനങ്ങളാണ്. എൻ്റെ ഭാര്യ ഉപേക്ഷിക്കണം എപ്പോഴും ചിന്ത വരുന്നു. പിശാചാരിക്കുക അച്ഛാ അറിയത്തില്ല. ഞാൻ പറയും ചുമ്മാ പിശാചിനെ പഴിക്കാതെ. അതുപോലെ നമുക്കറിയാം ഇന്നത്തെ കരിസ്മാറ്റിക് യുഗത്തിലെല്ലാം പിശാചിനെ പഴിക്കലൊരു പരിപാടിയാണ്, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ. അപ്പോൾ അല്ലെങ്കിൽ പറയാൻ എൻ്റെ അച്ഛാ എനിക്ക് ഒരു ഉള്ളിനുള്ളിൽ ഒരു ആശയമുണ്ട് അച്ഛനാകണമെന്ന്. അതേസമയം അതെ എനിക്ക് ആ വിളി അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല അച്ഛാ. അതേസമയം കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടവുമില്ല. അല്ലെങ്കിൽ പറയാം എനിക്ക് ഈ പെണ്ണെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അവളോട് സ്നേഹം എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഇങ്ങനെ പ്രതിസന്ധികളുമായിട്ട് ധാരാളം പേര് അത് എഴുതാറുണ്ട്, പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കപ്പോൾ അറിഞ്ഞുകൂടാ. അത് ആ പെണ്ണെ കെട്ടാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണമോ, അവൻ അച്ഛനാകാനായിട്ട് പ്രാർത്ഥിക്കണമോ, കന്യാസിയാകാൻ പ്രാർത്ഥിക്കണമോ, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ ആളിന് വേണ്ടി അവർക്ക് വേണ്ടി ഹൃദയം തുറന്ന് എൻ്റെ കർത്താവ് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആളിന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ആ പ്രശ്നമെല്ലാം അങ്ങ് അറിയുന്നുണ്ട് എൻ്റെ കർത്താവേ. അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അങ്ങ് അനുഗ്രഹം കൊടുക്കണമേ. ഒരു പക്ഷേ ശാരീരിക രോഗമായിരിക്കാം, മാനസിക രോഗമായിരിക്കാം, മാനസിക വിഭ്രാന്തി ആയിരിക്കാം കർത്താവേ. അത് അങ്ങ് വഴി കാണിച്ചു കൊടുക്കൂ. അങ്ങാണ് കർത്താവ്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപസ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് വരും. ലാലാലാലാലായ ചിലപ്പോൾ കണ്ണീരോടെയാണ് അപ്രകാരം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ചിലപ്പോൾ കർത്താവ് ചില ചിത്രങ്ങളിലൂടെ പടങ്ങളിലൂടെ ഉത്തരം എനിക്ക് തന്നെ തരും.
നിൻ്റെ പ്രാർത്ഥന സന്നിധിയിലെത്തിയിരിക്കുന്നുവെന്ന്. ചിലപ്പോൾ അത് വെള്ളക്കടലാസ് എഴുതുമ്പോൾ എഴുതി കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചിത്രമായിട്ട് കാണാറുണ്ട്. ഞാൻ വിവാഹിതനാകാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഷാളിൻ്റെ പേര് പോലും കാണിച്ചെന്ന് വരും. ഇങ്ങനെ ഏറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഭാഷാപരം. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ ആൾ വീണ്ടും എഴുതും. അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എൻ്റെ രോഗം സുഖമായി. അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ മാനസിക രോഗം ഇല്ലാതായി. അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എൻ്റെ കൊച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അച്ഛനോട് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചല്ല. പിന്നെയോ ആ ആളിൻ്റെ കാര്യം പറഞ്ഞ് നെടുവീർപ്പോടെ കത്താൻ മുമ്പിൽ ഹൃദയം പൊട്ടി വിങ്ങി. ഞാൻ പ്രാർത്ഥിച്ചില്ല, എന്നിൽ വസിക്കുന്ന ആത്മാവാണ് പ്രാർത്ഥിച്ചത്. ഇതാണ് അത് നമ്മൾ കേട്ട് കഴിഞ്ഞത്. റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഭാഷാപരത്തിൽ സ്തുതിക്കുമ്പോഴോ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴോ നാം അല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മളിലെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ സ്തുതികൾ കർത്താവിൻ്റെ അടുക്കൽ നേരെ എത്തും. ഹല്ലേലൂയ. കാരണം എന്നിലുള്ള പരിശുദ്ധാത്മാവ്, ഞാൻ പിന്നെ ആരാ? ഒരു ഉപകരണം പോലെ, ഒരു പക്ഷേ ഒരു ഹാർമോണിയം പോലെ, അല്ലെങ്കിൽ ഒരു ഗിറ്റാർ പോലെ, ഏതെങ്കിലും വാദ്യ ഉപകരണം പോലെ എന്നെ കർത്താവ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കഴുതയെപ്പോലെ സ്വരം കൽപ്പിക്കുന്നത് മാത്രം. നമ്മുടെ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ കഴുതകളാണ്. നമ്മളെ കർത്താവ് ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കാൻ പോലും. എന്തിനാണ് ഈ കർത്താവ് ചെയ്യുന്നത്? അവിടുത്തെ പോലെ ആയിത്തീരുവാൻ. അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഗെത്സമനിയിൽ. അവിടുന്ന് അപ്രകാരമാണ് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എടുത്തുകൊണ്ട് ആ കുരിശിൽ പ്രാർത്ഥിച്ചത്. അതിരാവിലെയും വൈകുന്നേരവുമെല്ലാം പ്രാർത്ഥിക്കാൻ പോയത് അതിനു വേണ്ടിയിട്ടാണ്. അവന് പ്രാർത്ഥനയുടെ ആവശ്യമില്ലായിരുന്നു, അവൻ ദൈവപുത്രനായിരുന്നു. കാരണം മനുഷ്യപുത്രനായതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവൻ ഏറ്റെടുത്തു. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ കവന്ന് വീണ്, അല്ലെങ്കിൽ സാഷ്ടാംഗം ചെയ്ത് കരങ്ങൾ ഉയർത്തി ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവ്, നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കാൻ പോയ അവസരത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് കർത്താവ്, അങ്ങനെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇവനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, എന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് വിശ്വാസം കിട്ടുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കും കർത്താവ് തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും. ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിനറിയാം ഇക്കാര്യങ്ങൾ സാധിച്ചോ ഇല്ലയോ എന്ന്. എനിക്കറിഞ്ഞുകൂടായിരിക്കാം, ഞാനൊരു പൊട്ടനായിരിക്കും. എങ്കിൽ എന്നിൽ കർത്താവിന് വിജ്ഞാനം കടന്നു വന്ന് കാണിച്ചു തരും. നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിൻ്റെ സ്തുതിപ്പുകൾ സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ നെടുവീർപ്പും കണ്ണീരും സ്വീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഈ 50 വർഷത്തിലധികം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ജീവിതം ഞാൻ പൂർണ്ണമായി നയിക്കപ്പെടുന്നതാണെന്ന് പറയുന്നില്ല. ചിലപ്പോഴൊക്കെ ആത്മാവില്ലാതെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. നിങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഞാൻ പരിപൂർണനല്ല, എങ്കിലും പരിശുദ്ധാത്മാവ് എന്നിൽ കടന്നു വന്ന് എപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. മക്കളെ, നാം പോകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞാൻ വെറുതെ അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കും. ചിലപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്, പെട്ടെന്ന് കത്ത് വരുന്നു എൻ്റെ ബിഷപ്പിൻ്റെ, അതുപോലെ തന്നെ എൻ്റെ നുൻഷിയോ മാപ്പാപ്പാടെ ലേഖനം എഴുത്താണ്. ഇനി പ്രസംഗിക്കാൻ പാടില്ല, എന്നെപ്പറ്റിയുള്ള വലിയ തെറ്റിദ്ധാരണ റോമിലെത്തിയിരിക്കുന്നു. ഞാൻ കണ്ണീരോടെ പോയി എൻ്റെ ഹൃദയം തുറന്നു. എൻ്റെ ഈശോയെ, ഞാൻ പ്രസംഗിച്ചിട്ടേ ഉള്ളൂ, വെറുതെ ചെയ്തിട്ടില്ല, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ശ്രമിച്ചു പരിഹരിച്ചാലും പാപിയാണ് എൻ്റെ കർത്താവ്. ആ പാപിയായ മനുഷ്യൻ ദേവാലയത്തിൽ വെച്ച് മാളത്തടിച്ച് പ്രാർത്ഥിച്ച പോലെ ഞാനിങ്ങനെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. ഞാനൊരു വീട്ടിലാണ് താമസിച്ച, ആ വീട്ടിലുള്ളവരാരും കേട്ടതുമാണ്. ആ നെടുവീർപ്പുകളോടെ അവർ നോക്കിയപ്പോൾ ഒരു പക്ഷേ എനിക്ക് എന്തോ ആണി പോയിടാൻ തോന്നിക്കാണും. എൻ്റെ ആണിയൊന്നും പോയില്ലായിരുന്നു. എൻ്റെ വേദന പറയുക, അതിൻ്റെ ഈശോയെ ഞാനങ്ങനെ പ്രസംഗിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ 50 വർഷത്തെ എൻ്റെ ചരിത്രത്തിൽ. ഞാൻ അച്ഛനായിട്ട് 53 വർഷമായെങ്കിലും കരിസ്മാറ്റിക്കായിട്ട് പ്രസംഗിച്ചിട്ട് 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാനതെല്ലാം കരഞ്ഞു വിളിച്ച് കർത്താവിനോട് പറഞ്ഞപ്പോൾ എനിക്ക് വാക്കില്ലായിരുന്നു. മാപ്പാപ്പയെ കൊണ്ട് ആ തീരുമാനം മാറ്റണമേ, എൻ്റെ ബിഷപ്പിൻ്റെ തീരുമാനം മാറ്റണമേ,
എല്ലാവരും എന്നെ വിളിച്ച് ധ്യാനിപ്പിക്കാനായിട്ട് ധ്യാനഗുരുവാക്കണമെന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു ലക്ഷ്യവുമില്ലായിരുന്നു. വെറുതെ എൻ്റെ ആ കണ്ണുനീര്, ആ വേദന, അത് അസ്വസ്ഥത പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് എന്നിലൂടെ അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചു. ഞാൻ പല സ്ഥലങ്ങളിലും ബൈബിളുമായിട്ട് നിൽക്കുന്ന കാഴ്ച ഞാൻ തന്നെ കാണുകയുണ്ടായി. എൻ്റെ ചുറ്റുപാടുള്ളവരും ഞാൻ ആ സാക്ഷ്യം പറഞ്ഞു. ഇല്ല, ഈ വൈതരണിയെല്ലാം മാറി, നിശ്ചയമായിട്ട് ഇനിയും പോകും. അത് സംഭവിക്കുകയും ചെയ്തു. ഇതൊരു ഉദാഹരണം പറഞ്ഞ മാത്രം. എൻ്റെ ജീവിതത്തിൽ പല പല ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം. വേദനകളിലൂടെയും തിരസ്കരണങ്ങളിലൂടെ എല്ലാം കടന്നുപോയ കാര്യം നാട്ടിൽ നിന്നാണെങ്കിലും കാര്യഭവൻ എന്നെ പറഞ്ഞു വിട്ടു. അതിനുശേഷം അതെല്ലാം തീർന്നു. ഭാഷ അറിയാത്ത കർണാടകയിലേക്ക് എന്നെ അയച്ചു. എൻ്റെ ഈ മിനിസ്ട്രി, എൻ്റെ ശുശ്രൂഷ ഉണ്ടാകരുതെന്നാണ് എൻ്റെ അധികാരികൾ പോലും ആഗ്രഹിച്ചത്. അവിടെയെല്ലാം ഞാൻ ആ രാത്രികാലങ്ങളിലും പകലും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലും ഒറ്റയ്ക്ക് തലേണ നനച്ചുകൊണ്ടുള്ള ആ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന ഭാഷാപരത്തിലായിരുന്നു. ഞാൻ വാക്കൊന്നും പറഞ്ഞില്ല. എൻ്റെ അധികാരികളെ തിരുത്തണമേ, അധികാരികൾക്ക് വിജ്ഞാനം കൊടുക്കണമേ, എനിക്ക് വീണ്ടും പ്രസംഗിക്കാൻ ഒന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നെടുവീർപ്പോടെ ഞാൻ അവതരിപ്പിച്ചു ഈശോയ്ക്ക്. അതുപോലെയാണ് ഓരോ അവസരങ്ങളിലും എപ്പോഴെല്ലാം എന്നെ തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയോ, അല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോൾ എവിടെയെല്ലാം എനിക്ക് ശിക്ഷകൾ വന്നുവോ, അടിയും കാരാഗ്രഹവാസവും, അവിടെയെല്ലാം ഞാൻ ഭാഷാപരത്തിലൂടെ പ്രാർത്ഥിച്ചു. അവർ ചില പ്രതിസന്ധികൾ, ചില ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം അവിടെ കണിശമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ എൻ്റെ ഒരു സംഭവം എടുത്തെടുത്ത് പറയാറുള്ളത്. അതായത് വിമാനത്തിൽ വെച്ച് കഴുത്തേൽ ഒരു പാമ്പിനെയും കയ്യിൽ ചുണ്ടലിയായിട്ട് കിടന്ന ഒരു ചെറുപ്പക്കാരനെ എപ്രകാരം കർത്താവ് അനുഗ്രഹിച്ച് ഒരു നല്ല ഒരു വചനപ്രഘോഷകനും ഒരു രക്തസാക്ഷിയുമാക്കി മാറ്റിയെന്ന്. ജോസഫായിരുന്നു അവൻ്റെ പേര്. ഞാൻ അവന് ആ തടസ്സങ്ങൾ നീങ്ങാനായിട്ട് പോലീസിനോട് അരിശപ്പെട്ടുകൊണ്ടിരുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചു. പിന്നിൽ നിന്നുകൊണ്ട് ഈശോ എനിക്കെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആയിരം ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു, പാസ്പോർട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ മനുഷ്യൻ വെള്ളക്കാരനാണ്, മിക്കവാറും ക്രിസ്ത്യാനി ആയിരിക്കാം. എൻ്റെ ഈശോയെ ഈ പ്രതിസന്ധി തീർക്കണമേ. ഞാൻ ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചു. ഉച്ചയൊന്നും വെച്ചില്ല. ഒച്ച വെച്ചാൽ എന്നെക്കൊണ്ട് ഒരു വിഷയം മാനസികാശുപത്രിയിലാക്കും. അതുകൊണ്ട് ഞാൻ ഉള്ളുകൊണ്ട് ആ ഹന്ന പ്രാർത്ഥിച്ച പോലെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഉത്തരം കിട്ടി. ജോസഫ് എന്നാണ് അവൻ്റെ പേരെന്നും അവൻ ജന്മം കത്തോലിക്കനാണെന്നും എല്ലാം പറഞ്ഞ് കർത്താവ് തന്നു. അതുപോലെ പ്രിയമുള്ളവരെ, ഓരോ അവസരങ്ങളിലും ആളുകളെ സഹായിക്കാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഹൃദയം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരും. ഞാൻ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു, കൂടുതലായിട്ടധികം പറയുന്നില്ല. ഭാഷാപരം സത്യമാണ്, അതൊരു വരദാനമാണ്. കർത്താവാണ് തരുന്നത്, നീ ഉണ്ടാക്കേണ്ടതല്ല. ആരും നിനക്ക് കുത്തിവെച്ച് തരാനും പഠിപ്പിക്കാനും പറ്റത്തില്ല. ഈ ഭാഷാപരം ആത്മാവാണ് നിന്നെ പഠിപ്പിക്കേണ്ടത്. ആത്മാവിനോട് നീ ഏറ്റവും അടുക്കുമ്പോൾ, ആത്മാവോട് ചേരുമ്പോൾ ഈ സംഭവിക്കും. മറ്റുള്ളവർ വിമർശിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം, നിന്റെ ആണി പോയി എന്ന് പറഞ്ഞേക്കാം. പറഞ്ഞോട്ടെ, നിനക്കറിയാം നീ യേശുവിൻ്റെ ആത്മാവോട് ചേർന്നിരിക്കുന്നു. അതിൻ്റെ സമാധാനവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ശക്തിയും നീ അനുഭവിക്കും. ഈശോ ഈ വരദാനം തന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.